നിർബൻ ശബരിമല കേന്ദ്രീകരിച്ച് നടത്തുന്ന ഗൂഢാലോചനകളും ഏത് നിലയിൽ അത് സർക്കാരിനെ കൂടി ലക്ഷ്യം വെക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ കൊണ്ട് തന്നെ ബോധ്യപ്പെട്ടതാണ്. ശബരിമലയിൽ കൊണ്ടുപോയ സ്വർണ്ണപീഠം, സ്വർണ്ണപ്പാളി ഇതൊക്കെ കാണാനില്ലെന്ന് പറഞ്ഞ ഒരു വിഭാഗം പ്രചാരണം നടത്തുക, ഹൈക്കോടതി വരെ ഈ വിഷയത്തിൽ ഇടപെടുക, അവസാനം പരാതിക്കാരന്റെ വീട്ടിൽ നിന്നും അയാളുടെ ബന്ധുവീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തുക. ഇക്കാര്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും എത്ര വലിയ ഗൂഢാലോചന ശബരിമല ലക്ഷ്യം വെച്ച് നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തവുമാണ്. ഇക്കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അല്ലേ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൈരളി ന്യൂസിനോട് പുതുതായി പറഞ്ഞ ചില കാര്യങ്ങൾ ഏറ്റവും പ്രസക്തമാണ്. കാരണം ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ആ തീയതിക്ക് കൃത്യം 6 ദിവസത്തിന് മുമ്പ് തന്നെ ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന് പറയുന്ന സ്പോൺസർ ചെയ്തു എന്ന് പറയുന്നയാൾ ആദ്യഘട്ടത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നു. ആ ആരോപണത്തെ ഉന്നയിച്ച ആൾ തന്നെ അന്വേഷണം സംബന്ധിച്ച് കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹം തന്നെ ഈ പീഠം കാണുവാനില്ല എന്ന് പറയുന്നയാൾ തന്നെ ആ പീഠം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ സൂക്ഷിക്കുന്നു. ആ പീഠം ഈ അന്വേഷണ കാലയളവിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റുന്നു. അതിനുശേഷം ആണ് ഈ വിവാദങ്ങളെ സംബന്ധിച്ച് ഈ ഗൂഢാലോചനയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. തൊട്ട് പിന്നാലെ ചില മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരണം നടത്തുന്നു. ഒപ്പം തന്നെ BJP ഇക്കാര്യത്തിൽ വലിയ തരത്തിൽ ആസൂത്രിതമായി തന്നെ പ്രത്യേക വൈകാരികമായ വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബരിമലയെ മുൻനിർത്തി മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി പ്രാവർത്തികമാക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇത് തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞത്. ഇത് കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് നന്നാണ്. കാരണം ഇത് സംബന്ധിച്ച് ഒന്നും ദേവസ്വം ബോർഡിന് മറച്ചു വയ്ക്കാനില്ല. അളവുകൾ, തൂക്കങ്ങൾ, വീഡിയോ ചിത്രീകരണം, ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ ഇന്റേണൽ വിജിലൻസ്, ഒപ്പം തന്നെ പുറത്തു നിന്നുള്ള വിജിലൻസ് സംവിധാനങ്ങൾ ഒക്കെ ശാസ്ത്രീയമായി അളവും തൂക്കവും ഒക്കെ പരിശോധിച്ചാണ് ഇത് ലോക്ക് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒന്നും മറയ്ക്കാൻ ദേവസ്വം ബോർഡില്ല. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തട്ടെ. അന്വേഷണം നടത്തി ദേവസ്വം ബോർഡിനെ വിവാദ ഭൂമിയാക്കുന്നതിൽ നിന്ന് ഇത്തരത്തിൽ എന്തെങ്കിലും ലക്ഷ്യം കണ്ടിട്ടുള്ളവർ അവരുടെ ഉദ്യമമാണ് പരാജയപ്പെടാൻ പോകുന്നത്. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന് ഒരു തരത്തിലുള്ള മറച്ചു വെക്കേണ്ട കാര്യമല്ല, സുതാര്യമായ അന്വേഷണം നടത്തണം. ഇക്കാര്യത്തിൽ ഇനി കോടതിയുടെ പരിഗണനയിൽ ഉള്ളതുകൊണ്ട് തന്നെ തീരുമാനമെടുക്കേണ്ടത് ആ കോടതിയാണ്, ബഹുമാനപ്പെട്ട കോടതിയാണ്. കോടതിയിൽ അന്വേഷണം നടത്തണം, സമഗ്രമായ അന്വേഷണമെന്ന് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ആ ആവശ്യമാണ് കൈരളി ന്യൂസിനോട് അദ്ദേഹം വെളിപ്പെടുത്തിയത്. ഇക്കാര്യത്തിൽ ഇനി തീരുമാനിക്കേണ്ടത് കോടതിയാണ്. ഒരു കാര്യം അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. അവസാന ഭാഗത്തിൽ അദ്ദേഹം പറഞ്ഞു നിർത്തിയത്, ഒരു തരത്തിലും ശബരിമല തീർത്ഥാടകർക്ക്, അവിടെ എത്തുന്ന ഭക്തർക്ക് ഒരു തരത്തിലുള്ള പ്രശ്നമില്ലാതെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന മണ്ഡല മകരവിളക്ക് പൂജയും അതിൻ്റെ മഹോത്സവം നടത്തിക്കൊണ്ടുപോകും. എങ്ങനെയെങ്കിലും തരത്തിൽ അട്ടിമറിക്കാൻ ആരെങ്കിലും ശ്രമം നടത്തുകയാണെങ്കിൽ ഇക്കാര്യം സുതാര്യമായി ബോധ്യപ്പെടുത്താൻ കോടതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത്.